ഇന്ന് നമ്മളുടെ ഇന്ന് നമ്മളുടെ 878ാമത് സെഷനാണ്. അതിന് വെൽക്കം സ്പീച്ചിന് ആരാ റെഡി ആയിട്ടുള്ളത്? ആർക്ക് വേണമെങ്കിലും പറയാം. ഓപ്പൺ ആണ്. ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ എനി വൺ. ഇതിൽ 4-5 പേര് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പുതിയ ആളുകൾക്ക് ഒരു അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരും. ഇതിൽ വലിയ വലിയ ടാസ്കുകളൊന്നുമില്ല. ജസ്റ്റ് ചെയർമാൻ ഒന്ന് വെൽക്കം ചെയ്യുക, പിന്നെ ട്രെയിനറെ വെൽക്കം ചെയ്യുക, പിന്നെ കോർഡിനേറ്റേഴ്സിനെ വെൽക്കം ചെയ്യുക, ദെൻ പാർട്ടിസിപ്പൻസിനെ വെൽക്കം ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതിനാർക്കും ചേട്ടാ ഞാൻ പറയാം. ഓക്കെ. ഉസ്മാൻ ഭായ്, യു ക്യാൻ പ്രൊസീഡ്. ഗുഡ് മോർണിംഗ് ഓൾ. 878ാമത്തെ ദിവസം ഇന്ന് വെൽക്കം പറയാൻ വേണ്ടി മനോജേട്ടൻ ഒരു സാഹചര്യം ഒരുക്കി തന്നു. താങ്ക് യു. സാഹചര്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെങ്കിലും അതാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും. ഇന്നത്തെ ചെയർമാനായ കോഫി ടോക്കിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ മനോജ് സാറിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട അബ്ദുൽ റൌഫ് സാറ്, അദ്ദേഹത്തെ ഞാൻ ഈ കോഫി ടോക്കിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ തന്നെ എല്ലോ പ്രസിഡന്റുമാരായ നിതിൻ സാർ, ജിനി മാം, കോർഡിനേറ്റർമാരായ ഫൗണ്ടർ ഹിഷാം സാർ, മുജീബ് സാർ, ശ്രീദ് സാർ, രേഖ മാം, അവരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ കോഫി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എല്ലാമായ എന്റെ പാർട്ടിസിപ്പൻസിനെ ഹൃദയപൂർവ്വം ഞാൻ ഈ ഫ്ലോറിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് ഓവർ ടു ദി ചെയർ. താങ്ക് യു മനോജേട്ടാ. താങ്ക് യു ഉസ്മാൻ ഭായ്. ഇന്ന് നമുക്ക് വെൽക്കം സ്പീച്ച് മലേഷ്യ എന്നാണ്. പിന്നെ നമ്മളുടെ ട്രെയിനർ അമേരിക്ക എന്നാണ്, USA എന്നാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് USA എന്നൊരു സെഷൻ ഇവിടെ നമുക്ക് എടുക്കുന്നത്. എന്തായാലും നമ്മളുടെ പ്രിയങ്കരനായ സെഷൻ എടുക്കുന്ന അബ്ദുൾ റൌഫ് സാർ, അദ്ദേഹത്തിന്റെ ടോപ്പിക് ഹൗ സോഷ്യൽ മീഡിയ ഷേപ്സ് അവർ ബിലീഫ്സ്, നമ്മളുടെ വിശ്വാസങ്ങൾ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് ആണ് ബൈ പ്രൊഫഷൻ. കാലിഫോർണിയ USA വർക്ക് ചെയ്യുന്നു. ഹോൾഡിംഗ് എ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, കറന്റ്ലി പർസ്യൂയിങ് ഗ്രാജുവേഷൻ ഇൻ സൈക്കോളജി ഫ്രം ഹീസ് ഫ്രം പെരിന്തൽമണ്ണ. നമ്മുടെ സോൺ 28ന്റെ പരിധിയിൽ വരുന്ന പെരിന്തൽമണ്ണ, മലപ്പുറത്തെ പെരിന്തൽമണ്ണക്കാരനാണ്. Actively conducting online training sessions on topic related to technology, psychology, and personal growth. Ladies and gentlemen, let us welcome Mr. Abdul Rauf to the session. Sir, the floor is yours. താങ്ക് യു മനോജ് സർ. സാറിന് വെൽക്കം ചെയ്തതിനും ഉസ്മാൻ സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ആൾ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് JCIയുടെ കോർഡിനേറ്റേഴ്സ്, കോഫി ടോക്കിന്റെ കോർഡിനേറ്റേഴ്സിനൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇത്രയും വലിയൊരു ഫ്ലോറിൽ ഇങ്ങനെ ഒരു സെഷൻ എടുക്കാൻ അവസരം കിട്ടിയതിന് ദൈവത്തിനോടും നന്ദി പറയാണ്. സീന മാം ആണ് ഈ ഒരു കോഫി ടോക്കിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ സീന മാമിനോടും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കോഫി ടോക്കിന്റെ എല്ലാ കോർഡിനേറ്റേഴ്സും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. 878 എന്ന് പറയുന്നത് ചെറിയ നമ്പർ അല്ല. എനിക്ക് തോന്നുന്നൊരു 3 വർഷത്തോളം ആവാറായി അല്ലേ. വലിയൊരു നമ്പറാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ എഫേർട്ട് തന്നെയാണ്. അപ്പൊ അതിന് പ്രത്യേകം എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ഒരു സെഷനിലേക്ക് കേൾക്കാനായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. മനോജ് സാർ പറഞ്ഞ പോലെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്. പറ്റുന്നുണ്ടോ നോക്കണം. ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? സനത് ജയസൂര്യാണ് അല്ലെ, ക്രിക്കറ്ററാണ്, ശ്രീലങ്കൻ പ്ലെയർ. ഇവിടെ ഈ 90 കിഡ്സ് അല്ലെങ്കിൽ 90കളിലൊക്കെ ജനിച്ചവർക്ക് അറിയുന്ന ഒരു കഥയായിരിക്കും. 1991 ശ്രീലങ്ക വേൾഡ് കപ്പ് നടന്നത്. അപ്പൊ ആ സമയത്ത് ഒരു റൂമർ ഇങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു കഥയാണ് ഈ ജയസൂര്യയുടെ ബാറ്റിൽ സ്പ്രിങ് ഉണ്ട് എന്നുള്ളത്. ഈ സ്പ്രിങ് ഉള്ളത് കാരണമാണ് ജയസൂര്യക്ക് ഭയങ്കരമായിട്ട് 6കളും 4കളൊക്കെ അടിക്കാൻ പറ്റുന്നത്. ബോള് പതിവിൽ കൂടുതൽ ശക്തിയിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നത്. ഈ കഥ കേട്ടിട്ടുള്ളവര് ഉണ്ടാവും ഇവിടെ. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇത് ആരാണെന്ന് അറിയാവോ?
സിദ്ധു സിദ്ധു അതെ, നവജ്യോത് സിംഗ് സിദ്ധു സിദ്ധു ഇന്ത്യൻ ക്രിക്കറ്ററാണ്, മുൻ ക്രിക്കറ്ററാണ്. പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു, MP ആയിരുന്നു. ഇപ്പൊ BJP-യിലാണ് പ്രവർത്തിക്കുന്നത്. സിദ്ധുവിനെ കുറിച്ചും ഇങ്ങനത്തെ ഒരു കഥയുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒന്ന് പറയാവോ? സിദ്ധു ബാറ്റ് കൊണ്ട് അമ്പയറെ തലക്കടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കഥ. ഇതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പ്രചരിച്ചിരുന്ന ഒരു കഥയാണ്. ഇതെന്താണെന്ന് അറിയാവോ? യെസ് ഫ്രൂട്ടിയിലൂടെ എയ്ഡ്സ് പകർത്തു എന്നുള്ള ഒരു കഥയാണോ സാർ? അതെ, ഫ്രൂട്ടിയിൽ ജോലി ചെയ്യുന്ന ഒരാള് ആളുടെ ബ്ലഡ് എടുത്തിട്ട് ഇങ്ങനെ ജ്യൂസിൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും ഫ്രൂട്ടി കുടിക്കരുത്, എയ്ഡ്സ് പകരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? യെസ് യെസ് പോയല്ലോ. സാറ് മ്യൂട്ട് ആയതാണോ അതോ? ഹലോ, ലെഫ്റ്റ് ആയിപ്പോയി. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഇതൊക്കെ കേൾക്കുന്നത് എപ്പോഴാണ്? 20 വർഷം 25 വർഷങ്ങൾക്ക് മുമ്പാണ്, സോഷ്യൽ മീഡിയ അത്ര പ്രചാരത്തിൽ ഇല്ലാത്ത സമയത്ത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ അത്രയും പവർഫുൾ അല്ല. കത്തുകൾ വഴിയൊക്കെ വിവരങ്ങൾ പറഞ്ഞിരുന്ന സമയത്താണ് ഈ കഥകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം മുന്നോട്ട് പോയി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയി, എവിഡന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം കഥകൾ ഉണ്ടാവും, എത്രത്തോളം ഇതുപോലെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നല്ലോ. ഇപ്പോൾ ഒരു ആമുഖമായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? സോഷ്യൽ മീഡിയ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? യെസ് യെസ് നെക്സ്റ്റ് മുഖ്യമന്ത്രിനെ വരെ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് കേരളത്തിൽ. അതെ അതെ, അടുത്ത മുഖ്യമന്ത്രിയെ വരെ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് അല്ലെ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മൾ ഇപ്പൊ ഇന്നൊക്കെ ധരിക്കുന്ന വസ്ത്രം അല്ലെ, നമ്മളുടെ ഡ്രസ്സ്, ഫാഷൻ ഒക്കെ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അല്ലേ തീരുമാനിക്കുന്നത്? മുമ്പൊക്കെ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ പരസ്യം എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? ഒരു സെലിബ്രിറ്റി, മമ്മൂട്ടി, മോഹൻലാലിനൊക്കെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി ഉണ്ടാവും. സെലിബ്രിറ്റി പറയും, ഈ സോപ്പാണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം, അതല്ലെങ്കിൽ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഈ ചായയാണ്, ഈ ഭക്ഷണമാണ് എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളുകൾ അത് ഉപയോഗിക്കും, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉപയോഗിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് പരസ്യത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി. ഇന്ന് പരസ്യത്തിൽ അഭിനയിക്കുന്നത് സെലിബ്രിറ്റികളല്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് കോണ്ടന്റുകൾ ഇടുന്ന ആളുകളാണ് അല്ലെ? അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോ ദിവസവും ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഓരോ കോണ്ടന്റുകൾ കാണിക്കും. അതിന്റെ കൂട്ടത്തിൽ അവർ പരസ്യം ചെയ്യും. പലപ്പോഴും നമ്മളത് പരസ്യമെന്ന് മനസ്സിലാക്കാറ് പോലുമില്ല അല്ലെ? ഒരു ഇൻഫ്ലുവൻസർ വന്നിട്ട് പറയാണ്, ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഈ ബ്രഷാണ് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്നത് ഈ ലിപ്സ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഈ ക്രീമാണെന്ന് പറയും. നിങ്ങളിത് വാങ്ങിക്കണമെന്ന് അവരൊരിക്കലും നമ്മളോട് പറയാറില്ല. പക്ഷേ ഇവരെ ദിവസവും കാണുന്ന നമ്മൾ, പലപ്പോഴും നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് തന്നെ ഇവരെ കാണുന്ന നമ്മൾ അത്തരം പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇറാനി ചായയും ബൺ മസ്കയും. കേട്ടിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ള സംഗതിയാണോ? പെട്ടെന്നൊരു ദിവസം രാത്രി ഒരു ഓവർനൈറ്റ് ഒരാൾ പറയും, ഇത് ഇറാനി ചായയും ബൺ മസ്കയും ഉണ്ട് ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, പിന്നീട് അവിടെ ബഹളമാണ്. തൃശ്ശൂർ പൂരത്തിൽ നിന്നുള്ള ആൾക്കാരാണ് അവിടെ. അതുപോലെ തന്നെ ബീഫ് പഴംപൊരി, ഇങ്ങനെ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ സോഷ്യൽ മീഡിയ വഴി വൈറലായിട്ട് നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ യാത്ര പോകുന്ന സ്ഥലങ്ങൾ, മസനഗുഡി വഴി ഊട്ടി പോയവർ എത്ര പേരുണ്ട് അവിടെ? ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു അല്ലേ? ഈ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവാന്ന് പറയുന്നത് പുതിയ അറിവൊന്നുമല്ല, ആ റൂട്ട് നേരത്തെ ഉണ്ട്. പക്ഷെ ഏതോ ഒരു ദിവസം ഏതോ ഒരു വ്ളോഗർ ഒരു വീഡിയോ എടുക്കുന്നു, എന്നിട്ട് അതിന്റെ കൂടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ്, മസനഗുഡി വഴി ഊട്ടി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ നാട്ടുകാർ മൊത്തം ഊട്ടിയിലേക്കാണ് യാത്ര. അവസാനം ബ്ലോക്കായി, അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഈ റോഡിലേക്ക് നമുക്ക് കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരം അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുള്ള പോസ്റ്റുകളും വീഡിയോകളും കണ്ടിട്ട് ഷോപ്പിംഗ് നടത്തുന്നതും
യാത്ര പോകുന്നതും ഭക്ഷണം വാങ്ങി കഴിക്കുന്നതൊക്കെ. അതുപോലെ സിനിമയുടെ റിവ്യൂസ് ഒക്കെ. മുമ്പൊക്കെ പോസ്റ്ററിലും അതുപോലെ റേഡിയോയിലും ടി വിയിലൊക്കെയാണ് സിനിമയുടെ പരസ്യങ്ങൾ വന്നിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് തീരുമാനിക്കുന്നത് ഏത് സിനിമ ഹിറ്റ് ആവണം. ഒരു സിനിമയെ വളർത്താനും നശിപ്പിക്കാനൊക്കെ ഇവർ വിചാരിച്ചാൽ മതി. നമ്മളാണെങ്കിലും ഇവരുടെ അറിയപ്പെടുന്ന റിവ്യൂവേഴ്സിന്റെ റിവ്യൂ നോക്കിയിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. മുജീബ് സാർ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാന്ന് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടില് വിജയ് വലിയൊരു വിജയം നേടി അല്ലേ? അതിൽ സോഷ്യൽ മീഡിയ പങ്കെന്ന് പറയുന്നത് അത്ര ചെറുതല്ല. അതുപോലെ മതം, നമ്മൾ വീട് വെക്കുന്നത്, ആരോഗ്യം, ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സോഷ്യൽ മീഡിയക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. ആരോഗ്യത്തിന്റെ സംഗതി നോക്കുകയാണെങ്കിൽ ഈ കോവിഡ് സമയത്തൊക്കെ ഓർമ്മയില്ലേ, എത്രത്തോളം മരുന്നുകളാണ് പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് കോവിഡ് കുറയാനും കോവിഡ് വരാതിരിക്കാനും. അതുപോലെ ക്യാൻസർ, കിഡ്നി ഡിസീസ്, ഇതുപോലെയുള്ള ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെയുള്ള മരുന്നുകൾ. ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ അസുഖങ്ങൾക്കും മരുന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും സയന്റിഫിക് അടിത്തറ ഉണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മലയാളത്തിൽ നവമാധ്യമം എന്ന് വിളിക്കുന്ന ഈ സംഗതി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അത് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ അല്ലെ? ഇല്ല. അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിന് പല ഘടകങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ ഇതിൽ ആകർഷകരാവുന്നത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ എഫക്റ്റ് എന്ന് പറയും. നമ്മൾ ഒരേ സംഗതി പലതവണ കണ്ടു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഒരു സൈക്കോളജിയാണത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു ന്യൂസ് കാണുന്നു, നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോടൊരു ന്യൂസ് ഷെയർ ചെയ്യുന്നു വാട്സാപ്പിൽ. അത് നമ്മൾ വലിയൊരു ശ്രദ്ധ കൊടുക്കില്ല അല്ലെ? ആദ്യം കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു വിഷയമാണെങ്കിൽ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കില്ല. പക്ഷെ അതേ ന്യൂസ് വേറൊരു ഫ്രണ്ടും കൂടെ ഷെയർ ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ വരികയാണ്. പിന്നീട് നമ്മൾ ഫേസ്ബുക്കിൽ ഇത് കാണുകയാണ്. ഇങ്ങനെ പല സ്ഥലത്ത് ഒരേ കോണ്ടന്റുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മളത് സത്യമാണെന്ന് ധരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെയാണ് ഈ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത്. അത് സത്യമാവാം, ഫേക്ക് ന്യൂസ് ആവാം, എന്താണെങ്കിലും പല സ്ഥലത്ത് ഈ ഫോർവേഡ് മെസ്സേജുകളുടെ ഒക്കെ സൈക്കോളജി എന്ന് പറയുന്നതാണ്. പല സ്ഥലത്ത് കാണുന്ന കോണ്ടന്റ് അതിനെന്തോ ഒരു ഓതന്റിസിറ്റി ഉണ്ട്, എല്ലാവരും പറയുന്നതല്ലേ, അപ്പൊ അത് ശരിയായിരിക്കാം എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവും. പലപ്പോഴും ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നോർമലൈസ്ഡ് ആയി മാറുന്നത്. നമ്മൾ ഈ കാഴ്ച കുറവുള്ള ഒരു കണ്ണട ഉപയോഗിക്കുമല്ലോ, അതൊന്നും നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പ്രശ്നമല്ലല്ലോ. അതൊരു നോർമൽ സംഗതിയാണ്. നമ്മൾ അത്ര ഒരു ശ്രദ്ധ കൊടുക്കാറില്ല, അത് പ്രത്യേകം എടുത്ത് പറയാറൊന്നുമില്ല. അതേസമയം കേൾവി കുറവുള്ളവര് ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ച് കഴിഞ്ഞാല് ആൾക്ക് എന്തോ ഒരു കുറവുണ്ടെന്ന് നമുക്ക് തോന്നാറില്ലേ? അപ്പൊ അതാണ് കണ്ണട വെക്കുന്നത് നോർമലൈസ്ഡ് ആയി മാറി. അപ്പൊ എന്ത് സംഗതിയും റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്ത് നോർമലൈസ്ഡ് ആയിട്ട് മാറുമ്പോൾ, ഇപ്പൊ മുമ്പൊക്കെ നമ്മൾ ചില വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ നമ്മൾ അയ്യെന്ന് പറയാറില്ലേ? എന്നാൽ അതേ വസ്ത്രങ്ങൾ ഇപ്പൊ ധരിക്കുമ്പോൾ നമ്മൾ അയ്യെന്ന് പറയാറില്ല. കാരണം ഇൻസ്റ്റാഗ്രാമിൽ അത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ വസ്ത്രമായാലും ഭക്ഷണമായാലും എന്തെല്ലാം സംഗതികളാണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നോർമലൈസ്ഡ് ആയിട്ട് മാറും. അത് നമ്മൾ വിശ്വസിക്കാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ഇതാണ് ആദ്യത്തെ ഇതിന്റെ ഒരു പുറകിലുള്ള സൈക്കോളജി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു എക്കോ ചേംബർ ആണ്. എക്കോ ചേംബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ഉസ്മാൻ സാറിന് അറിയാം എക്കോ ചേംബർ എന്താണെന്ന്? നമ്മളൊരു വലിയ കലം എടുത്തു, നമ്മൾ ഈ കലത്തിനകത്ത് കയറിയിരിക്കുകയാണ്, എന്നിട്ട് മുകളിൽ അതങ്ങ് മൂടിക്കളഞ്ഞു. അതിനകത്തുനിന്ന് നമ്മൾ എന്ത് സംസാരിച്ചാലും നമ്മൾ സംസാരിക്കുന്ന കാര്യം അതേപോലെ തിരിച്ച് നമ്മുടെ ചെവിയിൽ തന്നെ വരും അല്ലെ? നമ്മൾ തന്നെ കേൾക്കും. ഇതിനെയാണ് നമ്മൾ എക്കോ ചേംബർ എന്ന് പറയുന്നത്. എക്കോ ആയിട്ട് ഇതെല്ലാം തിരിച്ചു വരും. സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. നമ്മൾ കമന്റിൽ പോയിട്ട് ഒരാളെ ചീത്ത വിളിച്ചാൽ ആ ചീത്ത അതേപോലെ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ കമന്റിൽ പോയിട്ട് നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ വ്യൂ പോയിന്റ്സ്, നമ്മുടെ വിശ്വാസം എന്താണോ ഇതിനനുസരിച്ചുള്ള കോണ്ടന്റുകളായിരിക്കും നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. മറിച്ചുള്ള കോണ്ടന്റുകൾ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിപ്പോ മതമാവാം, രാഷ്ട്രീയമാവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ആവാം, സയൻസ് ആവാം, എന്ത് തരം സംഗതിയാണെങ്കിലും ഈ നമ്മളുടെ അഭിപ്രായങ്ങളോട് യോജിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് ആണ് കാണാൻ പറ്റുന്നത്. ഇത് പ്രധാനമായിട്ട് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തേത് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്, എല്ലാവരും ഒന്ന് പോയിട്ട് ഫ്രണ്ട് ലിസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ വിശ്വസിക്കുന്നത്,
നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത്, നിങ്ങൾക്ക് എത്ര തരം സിനിമകളാണോ ഇഷ്ടം, ഏത് നടനെയാണോ ഇഷ്ടം, ഇതേ ഇഷ്ടങ്ങളുള്ള ആളുകളായിരിക്കും കൂടുതലും നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടാവുക. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പും ഇതുപോലെയുള്ളതായിരിക്കും. അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതേ അഭിപ്രായമുള്ളവരുടെ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെയാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ ഒരാൾ മറുത്തൊരു അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും. നമുക്ക് ഇഷ്ടമില്ലാത്തതൊന്നും കാണുന്നത് നമുക്ക് ഇഷ്ടമില്ല. അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളോ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടമില്ല, നമ്മളവിടെ പെട്ടെന്ന് അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ തന്നെ ഇതിലേക്ക് എരുതിയിലേക്ക് എണ്ണ ഒഴിക്കാൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ സുക്കർബർഗും അതുപോലെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഡെവലപ്പ് ചെയ്ത ആളുകൾ ഒരു അൽഗോരിതം ബബിൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ബബിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, കുമിള. ഈ കുമിളയുടെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്കൊരിക്കലും അതിൽ നിന്ന് പുറത്ത് ചാടാൻ പറ്റില്ല. ഇവരുടെ ഈ അൽഗോരിതത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകളാണ് ഇവർ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുക. നമ്മൾ യൂട്യൂബിൽ പോയിട്ട് ഒരു സാഡ് സോങ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് മുഴുവൻ സാഡ് സോങ് ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് വീട് വെക്കുന്നതിനെ കുറിച്ചാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ പിന്നീട് വരുന്ന കണ്ടന്റുകളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ, നമ്മുടെ താല്പര്യങ്ങൾ എന്താണോ, അതിനനുസരിച്ചുള്ള കണ്ടന്റുകളാണ് ഈ സോഷ്യൽ മീഡിയ അൽഗോരിതംസും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിള്, നമ്മുടെ ഗ്രൂപ്പുകൾ, അതിന്റെ കൂടെ തന്നെ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അൽഗോരിതം കൂടെ കൂടി ചേരുമ്പം നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് നമ്മുടെ അഭിപ്രായങ്ങളോട് യോജിക്കുന്ന കണ്ടന്റുകളാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഒന്ന്, നമുക്ക് ഉണ്ടാവുന്ന കണക്ഷൻസ് എല്ലാം ഇത്തരം ആളുകളുമായിട്ടായിരിക്കും. രണ്ടാമത്തേത്, നമ്മുടെ എന്താണോ വിശ്വാസം അതിങ്ങനെ ഊട്ടി ഉറപ്പിക്കുക ചെയ്യാം. വിരുദ്ധ അഭിപ്രായങ്ങൾ ഒരിക്കൽ പോലും നമ്മൾ ശ്രദ്ധിക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ വേറൊരു സംഗതിയാണ് സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും മെജോറിറ്റിയുടെ അഭിപ്രായങ്ങളോട് യോജിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെ തോന്നിയിട്ടുണ്ട് ആരെങ്കിലും? നമ്മുടെ മനസ്സ് പെട്ടെന്ന് അങ്ങ് മാറും കുറെ ആൾക്കാർ ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇന്നത്തെ എന്റെ ക്ലാസ് മുജീബ് സാറിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. സാർ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് സാറ് ഫീഡ്ബാക്ക് പറയാനായിട്ട്. പക്ഷെ എന്തോ കാരണം കൊണ്ട് സാറിന് ഫീഡ്ബാക്ക് പറയാൻ പറ്റിയില്ല. അങ്ങനെ അടുത്തത് ഉസ്മാൻ സാർ വന്നു. ഉസ്മാൻ സാർ പറഞ്ഞു നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു, അടിപൊളി സെഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. മനോജ് സാർ വന്നു. അത് കഴിഞ്ഞ് റാണിയ മാം വന്നു. അതുപോലെ അൻസാരി സാറ്, ഹഫ്സ മാം, ഇവരെല്ലാം നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മുജീബ് സാറ് തിരിച്ചു വരുമ്പം സാർ എന്താ പറയാ, സാർ എന്താ ചിന്തിക്കുക, ഇനി ഞാൻ കേട്ട ക്ലാസ് തന്നെ അല്ലേ ഇത്, ഇനിയിപ്പോ ഞാൻ കേട്ടതിന്റെ പ്രശ്നമാണോ, എനിക്കറിയാത്ത സംഗതിയാണോ പറഞ്ഞത്, അതിന്റെ ആണോ, അതല്ലെങ്കിൽ എല്ലാവരും നല്ലത് പറഞ്ഞു ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അതൊരു മോശമല്ലേ എന്നൊക്കെ ചിന്തിക്കൂലേ? അവസാനം നെഗറ്റീവ് ഫീഡ്ബാക്ക് പറയാൻ നിന്ന മുജീബ് സാർ അവസാനം വന്നിട്ട് ബാക്കി എല്ലാവരും പറഞ്ഞതിനേക്കാൾ നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും പറയുക. ഇത് ഇന്നത്തെ ക്ലാസ്സിന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. മെജോറിറ്റി ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. അതിനോടൊരു വിയോജിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിന്നീട് അതിനോട് പതിയെ പതിയെ യോജിക്കാൻ തുടങ്ങും. വാട്സാപ്പിനകത്ത് പോൾ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്, കണ്ടിട്ടില്ലേ? നമുക്ക് വോട്ട് ഇടാൻ പറ്റും. അത് ഉപയോഗിക്കാറുണ്ടോ? സാർ ഞാൻ എല്ലാവരോടും പറയുന്നത്, ഞാൻ എല്ലാവരുടെ അടുത്തും പറയാം അത് ഉപയോഗിക്കരുതെന്നാണ്. അത് സംഭവം അടിപൊളിയാണ്, നമുക്ക് പെട്ടെന്ന് എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ പറ്റും. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഞാനൊരു ദിവസം ഞങ്ങളൊരു ഗ്രൂപ്പില് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പം 4 സ്ഥലങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്: ഊട്ടി, കൊടൈക്കനാൽ, മൈസൂര്, ബാംഗ്ലൂർ. അപ്പൊ എനിക്ക് പോകാൻ ഇഷ്ടം ഊട്ടിയാണ്. ഞാൻ ഇവിടെ രാത്രിയും നാട്ടിൽ പകലും ആയിരിക്കുമല്ലോ. അപ്പൊ ഈ പോള് ഇട്ട സമയത്ത്, വോട്ടിനായിട്ട് ഇട്ട സമയത്ത് ഞാൻ കിടന്നുറങ്ങാൻ പോവായിരുന്നു. എൻ്റെ മനസ്സിൽ ഊട്ടിയാണുള്ളത് കേട്ടോ. ഞാൻ ഉറങ്ങാൻ പോയി. ഉറങ്ങാൻ എണീച്ച് തിരിച്ചു വന്നപ്പോഴേ ബാക്കി എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്, അവരെല്ലാം കൊടൈക്കനാലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എല്ലാവരുടെയും അഭിപ്രായം കൊടൈക്കനാലാണല്ലേ, ഇനിയിപ്പോ ഞാനായിട്ട് അത് മാറ്റണ്ട, ഞാനും അങ്ങ് കൊടൈക്കനാലിന് വോട്ട് ചെയ്യും. ഇങ്ങനെയല്ലേ സംഭവിക്കുക? അപ്പൊ മെജോറിറ്റിയുടെ അഭിപ്രായങ്ങളോട് ചില സമയത്ത് നമ്മൾ വിയോജിക്കും, ചില സമയത്ത് വിയോജിപ്പും ഉണ്ടാവും കേട്ടോ. നേരെ തിരിച്ച് ചിന്തിക്കുന്നവരും ഉണ്ടാവും. എന്നാ പിന്നെ എല്ലാവരും കൊടൈക്കനാൽ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഊട്ടി പറയാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും മെജോറിറ്റിയുടെ അഭിപ്രായം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ഈ ഇലക്ഷന് വോട്ട് ചെയ്യുന്നത് രഹസ്യമായിട്ട് ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം ഇതാണ്. മറ്റുള്ളവരെന്താണ് വോട്ട് ചെയ്തതെന്ന് നമ്മൾ അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുമെന്നുള്ളതാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത്, സോഷ്യൽ പ്രൂഫ്. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ലൈക്ക് കാണുന്ന പോസ്റ്റുകളൊക്കെ സത്യമാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കാറുണ്ടോ? അല്ലെങ്കിൽ അതിനകത്ത് എന്തോ കാര്യമായിട്ടുണ്ട് എന്ന്?
അങ്ങനെ യെസ് വിചാരിക്കാറില്ലേ? ഉണ്ടല്ലേ? യെസ്. അപ്പൊ ഇനി മുതൽ അങ്ങനെ വിചാരിക്കുമ്പം ആദ്യം ആരൊക്കെയാണ് അത് ലൈക്ക് ചെയ്തതെന്നൊന്ന് നോക്കുക. കുറെ കൊറിയൻ ചൈനീസ് സൈഡുകളാണ് അത് ലൈക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോ അത് പൈസ കൊടുത്തിട്ട് കിട്ടിയ ലൈക്കാണ്. ഇന്ന് ലൈക്ക് കിട്ടാനായിട്ട് 1000 10,000 കൊടുത്തു കഴിഞ്ഞാൽ മില്യൺ കണക്കിന് ലൈക്ക് തരുന്ന AI ബോട്ടുകളുണ്ട്, ഓട്ടോമാറ്റിക് ലൈക്ക് ചെയ്യുന്ന. ഒരു സർവേ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ഹ്യൂമൻ പ്രസൻസ് എന്ന് പറയുന്നത് 55 മുതൽ 60% വരെ ഉള്ളൂ. ബാക്കി 40% കമ്പ്യൂട്ടറുകളാണ്, മനുഷ്യരല്ല. അപ്പൊ ലൈക്ക് കണ്ടത് കൊണ്ട് ആ ആള് പറയുന്നത് ശരിയാണെന്ന് ഒരിക്കലും ധരിക്കരുത്. അത് ഈ പറയുന്ന പോലെ ഓട്ടോ ലൈക്കുകളാവാം, അതല്ലെങ്കിൽ ആദ്യം കുറെ പേര് അങ്ങ് ലൈക്ക് ചെയ്തു, അതിനുശേഷം വന്നവരെല്ലാം ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ലൈക്കുകളൊക്കെ വഴിയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വേറൊരു രൂപത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. ഇപ്പം മുജീബ് സർ റിസൾട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു സർവേ നടത്തിയിരുന്നു അല്ലേ, ഒരു എക്സിറ്റ് പോൾ സർവേ. അതിനകത്ത് അവർ പ്രവചിച്ചത് 112 സീറ്റാണ് വിജയുടെ പാർട്ടിക്ക്. ആ സമയത്ത് എല്ലാവരും അതിനെ കളിയാക്കിയിരുന്നോ? അല്ലെങ്കിൽ യെസ്. അത് ശരിയല്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് അല്ലേ? പക്ഷെ അവർക്ക് റിസൾട്ട് മാത്രം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? വ്യത്യാസമായിരുന്നു, അവർക്ക് മാത്രം വ്യത്യാസമായിരുന്നു. അത് കുറെ അതെ യെസ് അതെ, അവരുടെ ഓതന്റിസിറ്റി എല്ലാവരും സംശയിച്ചിരുന്നല്ലേ. യെസ് ഇവരെന്തോ കള്ളത്തരം കാണിക്കാണ്, ഇതൊക്കെ വെറുതെ തമാശയാണെന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ റിസൾട്ട് വന്നപ്പോഴെന്താ സംഭവിച്ചത്? എല്ലാവരും നേരെ തിരിഞ്ഞു. ഇപ്പൊ എന്താ എല്ലാവരും പറയുന്നത്? ആ വിജയ് അത് അർഹിക്കുന്നതാണ്, വിജയ് വർക്ക് ചെയ്തത് കൊണ്ട് വിജയിച്ചു. എന്തെല്ലാം തിയറികളാണെന്ന് അറിയുന്നത് സോഷ്യൽ മീഡിയയിലുള്ളത്. 10 വർഷമായി വിജയ് ഇതിനു വേണ്ടി പണിയെടുക്കുന്നുണ്ട്. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ഒക്കെ ബിൽഡ് ചെയ്തിട്ടാണ് വിജയ് ഇത്രയും വലിയ വിജയം നേടിയത്. അതായത് ഒരാഴ്ച മുമ്പ് വരെ ഇതിനെ കളിയാക്കിയിരുന്ന നമ്മള് നേരെ തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് ഈ സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്ന സൈക്കോളജി വർക്ക് ചെയ്യുന്നത്. സൊസൈറ്റിയിൽ കൂടുതൽ അഭിപ്രായങ്ങളുള്ള കാര്യങ്ങളോട് നമുക്കൊരു യോജിപ്പ് ഉണ്ടാവും. ഇനി മറ്റൊന്നാണ് ഇമോഷണൽ കോണ്ടന്റ്സ്. ഇന്ന് ഏറ്റവും കൂടുതൽ വൈറൽ ആവുന്ന പോസ്റ്റുകൾ എങ്ങനത്തെയാണെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഒന്നുകിൽ അതിനകത്ത് ഒരു ദേഷ്യം ഉണ്ടാവും, അതായത് ഒരാളെ തല്ലടാ, അവനെ തല്ല്. അല്ലെങ്കിൽ ഒരു വെറുപ്പ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു വെറുപ്പ്, ഒരു ജനവിഭാഗത്തിനെതിരെ വെറുപ്പ്. അതേപോലെ ഒരു ഹേറ്റ്രഡും ആങ്കർ, ഫിയർ, ഇതൊക്കെയുള്ള ഇങ്ങനെയുള്ള പോസ്റ്റുകളാണ് പെട്ടെന്ന് വൈറലാവുന്നത്. വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പോസ്റ്റുകൾക്ക് അത്രയും റീച്ച് കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പൊ എന്ത് കാര്യത്തിനോടും ഒരു ഇമോഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോജിക് അങ്ങ് വിട്ട് കളയും അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും എന്ത് തരം കണ്ടന്റ് ആണെങ്കിലും അവരെപ്പോഴും അതിനകത്തൊരു ഇമോഷൻ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളത് വിശ്വസിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ സെലിബ്രിറ്റീസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഫേസ്, അവർ ഏത് മേഖലയിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവർ പറയുന്നതെല്ലാം സത്യമായിരിക്കും എന്ന് നമുക്ക് അങ്ങനെ ഒരു തോന്നൽ നമുക്ക് പൊതുവിലുണ്ട് അല്ലെ. ഒരു സെലിബ്രിറ്റി, അയാളൊരു നല്ല സിനിമാ നടനായിരിക്കാം, നല്ലൊരു അഭിനേതാവായിരിക്കും, അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അയാള് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്ന അത്രയും എക്സ്പെർട്ടി ഉള്ള ആളല്ല. പക്ഷെ എന്നാൽ പോലും അയാള് ആരോഗ്യത്തെ കുറിച്ചൊരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുന്നുണ്ട്. അത് സെലിബ്രിറ്റീസിന്റെ കാര്യത്തിൽ മാത്രമല്ല, രാഷ്ട്രീയക്കാരല്ലേ സ്നേഹത്തെ കുറിച്ച് പറയുന്നു, ലവിനെ കുറിച്ച് പറയുന്നു, നമ്മൾ എങ്ങനെയാണ് പ്രണയിക്കേണ്ടത് എന്ന് രാഷ്ട്രീയക്കാരെ നമ്മൾ ഉപദേശിക്കുന്നു. അപ്പൊ അവരുടെ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ആ മേഖലയല്ല. അപ്പം ഈ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ഇതും നമ്മളെ വല്ലാതെ അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയും. ബയാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലെ, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സംഗതിയോടോ ഒരാളോടൊക്കെ ഒരു ചായ്വ് ഉണ്ടാവുക അല്ലെ. ഇപ്പൊ മനോജ് സാറിന് ഒരു ഏറ്റവും നല്ല ഒരു ട്രെയിനർ ആവശ്യമുണ്ട്. അപ്പൊ മനോജ് സാർ ഉസ്മാൻ സാറാണ് എപ്പോഴും സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്, അത് ബയാസ് ആണ്. അത് മുമ്പ് എപ്പോഴോ ഉസ്മാൻ സാറിന്റെ ക്ലാസ് കേട്ടിട്ട് മനോജ് സാറിന് ഇഷ്ടപ്പെട്ടു, പിന്നീട് എന്ത് ക്ലാസ് വന്നാലും മനോജ് സാർ ഉസ്മാൻ സാറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത്. ഈ ബയാസ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ബ്രെയിനും നമ്മളെപ്പോലെ ഭയങ്കര മടിയനാ. ആൾക്ക് എപ്പോഴും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനാ ഇഷ്ടം, ഷോർട്ട് കട്ട് എടുക്കുന്ന ആളാ. ഈ ഷോർട്ട് കട്ട് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നൊക്കെയാണ്. ഈ കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വിശ്വസിക്കുന്ന ഒരു സംഗതി വീണ്ടും നമ്മൾ അത്തരം കണ്ടന്റുകൾ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടന്റുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ആ വിശ്വാസം മൂട്ടി ഉറപ്പിക്കും എന്നുള്ളതാണ്.
ഒരു ഉദാഹരണം പറയാം. എനിക്ക് നേരത്തെ അറിയാം ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആണെന്ന്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ലക്ഷണമാണ് ചെസ്റ്റ് പെയിൻ എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വേദന. ഞാൻ ഗൂഗിളിനോട് ചോദിക്കുകയാണ്, ഗൂഗിളെ എനിക്ക് നെഞ്ചുവേദന വരുന്നുണ്ട്, ഇത് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ എന്താ പറയാ? ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നേ പറയുള്ളൂ, അല്ലേ? അല്ല ഒരിക്കലും പറയില്ല. ഇതിനെയാണ് നമ്മൾ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട്, ഇത് എന്തായിരിക്കാം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ആകുമ്പോൾ ഗൂഗിൾ പറയും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഗ്യാസ് ട്രബിൾ ആയിരിക്കാം, എന്തായാലും നിങ്ങൾ നല്ലൊരു ഡോക്ടറെ പോയി കാണുമെന്നാണ് ഗൂഗിൾ പറയാം. അപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ കാണുന്ന വീഡിയോസും കാണുന്ന പോസ്റ്റുകളൊക്കെ നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന രൂപത്തിലുള്ളതായിരിക്കും. ഇപ്പൊ ഒരാൾ മദ്യം കഴിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അയാൾക്ക് അറിയാം മദ്യം ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ അറിയാം. പക്ഷെ അയാൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യാൻ എന്താണെന്നറിയോ? മദ്യം കഴിച്ചാലുള്ള 10 ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അയാൾ അത് കാണുന്നു. പിന്നീട് അയാളെ മനസ്സിൽ എന്താണ്, ആഹാ മദ്യത്തിന് ഇത്രയും വലിയ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നോ, എന്നാൽ പിന്നെ ഞാൻ നിർത്തുന്നില്ല. അത് മദ്യത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്ത നല്ല കാര്യങ്ങൾ എന്തൊക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ കണ്ടന്റുകൾ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ കൺഫർമേഷൻ ബയാസും പലപ്പോഴും നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം പറഞ്ഞത് റെപ്പറ്റീഷൻ, വീണ്ടും വീണ്ടും ഒരേ കണ്ടന്റ് കാണുമ്പോൾ അത് നമ്മൾ വിശ്വാസത്തിലെടുക്കും. പിന്നെ ഇതൊരു എക്കോ ചേംബറാന്ന് പറഞ്ഞു. നമ്മുടെ വ്യൂസിനും നമ്മുടെ അഭിപ്രായങ്ങൾക്കും നമ്മുടെ വിശ്വാസങ്ങൾക്കും യോജിക്കുന്ന രൂപത്തിലുള്ള കണ്ടന്റാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് സോഷ്യൽ പ്രൂഫിംഗ് എന്ന് പറയും. അതായത് മെജോറിറ്റിയുടെ അഭിപ്രായങ്ങളോട് യോജിക്കാനോ വിയോജിക്കാനോ നമുക്ക് സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവില്ല. ഒന്നുകിൽ മെജോറിറ്റി അഭിപ്രായങ്ങളോട് യോജിക്കും, അല്ലെങ്കിൽ വിയോജിക്കും. ഇങ്ങനെ ഒരു സൈക്കോളജി ഉണ്ട് മനുഷ്യന്. പിന്നീട് ഇമോഷണൽ ആയിട്ടുള്ള കണ്ടന്റുകൾക്ക് പെട്ടെന്ന് പ്രചാരം കിട്ടും, അത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അതുപോലെ ഇൻഫ്ലുവൻസേഴ്സിന്റെ കണ്ടന്റുകൾ, ഈ പറയുന്ന കൺഫർമേഷൻ ബയാസ്, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ചേർന്നിട്ടാണ് സോഷ്യൽ മീഡിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷോപ്പിംഗ് ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും നമ്മൾ ധരിക്കുന്ന വസ്ത്രമാണെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ ഈവൻ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത്, ഏത് തരം സംഗതിയാണെങ്കിലും നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കണ്ടേ? സോഷ്യൽ മീഡിയ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണ്ട, അത്ര മിടുക്കനാവണ്ട അല്ലെ? നമ്മളെ തന്നെ ഇൻഫ്ലുവൻസ് ആവാം. അതെ. പക്ഷെ എന്ന് വിചാരിച്ച് സോഷ്യൽ മീഡിയ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? നമ്മളെ പോലെയുള്ള ട്രെയിനേഴ്സിന് പ്രത്യേകിച്ചും പറ്റില്ല. നമുക്ക് ബ്രാൻഡിങ് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വേണം, അല്ലെ? കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വേണം. നമ്മൾ വീട്ടിൽ തന്നെ ഞാനിതെല്ലാം ഒഴിവായി, എനിക്ക് ഞാനിത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാല് ആ ഇരുത്തേ ഉണ്ടാവുള്ളൂ, ഒരാൾ നമ്മൾ അറിയില്ല, അല്ലേ? നമ്മൾ നമ്മളെ തന്നെ ബ്രാൻഡ് ചെയ്യണം, നമ്മളെ തന്നെയാണ് വിൽക്കുന്നത്, നമ്മളാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യമായിട്ട് നമ്മൾ എന്ത് കാണുകയാണെങ്കിലും ഒന്ന് പോസ് ചെയ്യുക, ഒരു 2 മിനിറ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിക്കുക. ഈ മനുഷ്യന് ബുദ്ധി എന്ന് പറയുന്ന സാധനം ദൈവം തന്നിരിക്കുന്നത് ചിന്തിക്കാനാണ്, അല്ലെങ്കിൽ പിന്നെ അവിടെ കമ്പ്യൂട്ടറുകളുടെ ആവശ്യമല്ലേ ഉള്ളൂ. ഒരു വാട്സാപ്പ് ഫോർവേഡ് വരികയാണ്, നീല ചക്കയുടെ കുരു കൊണ്ട് ജ്യൂസ് അടിച്ചാൽ ഷുഗർ കുറയുമെന്ന് പറയുന്ന ഒരു വാട്സാപ്പ് ഫോർവേഡ് കണ്ടാല് ചക്കയുടെ കുരു അന്വേഷിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചിന്തിക്കണം നീല കളർ ചക്കയുണ്ടോ എന്നുള്ളത്, അല്ലേ? അതല്ലാതെ ഉടനെ അത് നമ്മളെ സുഹൃത്തിന് ഫോർവേഡ് ചെയ്തിട്ട് നിനക്ക് ഷുഗർ ഇല്ലേ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കെന്ന് പറയാൻ പാടില്ല. അതുപോലെ നല്ല വടിവത്ത ഭാഷയിൽ നല്ല കട്ടിയുള്ള ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ച് കുറെ വർഷങ്ങളൊക്കെ ചേർത്തിട്ട് ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും, അല്ലേ? പക്ഷെ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നല്ലേ പറയാ. ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്ന കണ്ടന്റ്സ് എല്ലാം സത്യമായിക്കൊള്ളുന്നില്ല. അപ്പൊ അതിനാണ് ഏറ്റവും മിനിമം ഒരു യുക്തി എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കാനും മറ്റൊരാൾക്ക് ഇത് ഷെയർ ചെയ്യാനും. ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് അയാൾ ദോഷമാണോ ചെയ്യുന്നത്. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ ക്രോണിക് ഡിസീസസിനൊക്കെ കുറിച്ചുള്ള മരുന്നുകളെ കുറിച്ചുള്ള പോസ്റ്റുകളൊക്കെ ആ അസുഖമുള്ള ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് അത് പിന്നീട് നെഗറ്റീവായിട്ട് വരാം, അയാൾ അസുഖം കൂടാനൊക്കെ സാധ്യതയുണ്ട്, അല്ലേ? അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണം, യുക്തി കൊണ്ടൊന്ന് ചിന്തിക്കണം, ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. രണ്ടാമതായിട്ട് മൾട്ടിപ്പിൾ സോഴ്സിൽ ചെക്ക് ചെയ്യണം. വാട്സാപ്പിൽ വന്ന ഉടനെ വിശ്വസിക്കാതെ ഗൂഗിളിനോടൊന്ന് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ ChatGPTയും ജെമിനായി ഒക്കെ ഉണ്ട്, അല്ലേ? ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്ന് ജെമിനായിയോടൊന്ന് ചോദിച്ചു നോക്കുക.
അമേരിക്കയിലെ അത്ഭുത ബാലൻ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തത് കണ്ടോ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ കാണുമ്പം അമേരിക്കയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ, അങ്ങനെ ഒരു അത്ഭുത ബാലൻ അവിടെ ഉണ്ടോ, അത് ആരോ ചുമ്മാ ഉണ്ടാക്കി വിട്ടതാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. നിങ്ങൾക്കെല്ലാം മോട്ടിവേഷണൽ കോട്ട്സ് ഇഷ്ടമാണോ? നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നത് ഈ മോട്ടിവേഷണൽ കോട്ട് ഉണ്ടാക്കുന്നവരുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നറിയാവോ? ഒന്നാമത്തേതാണ് ജലാലുദ്ദീൻ റൂമി. ഈ ജലാലുദ്ദീൻ റൂമി ലോകത്തിൽ ഇനി അഭിപ്രായം പറയാൻ ഒരു കാര്യവും ബാക്കിയില്ല. ആള് സത്യത്തിൽ ഒരു കവിയാണ്. പക്ഷെ കവിത മാത്രമല്ല, ലോകത്തിലുള്ള സകല സംഭവത്തിനെ കുറിച്ചും റൂമിയുടെ കോട്ടുകൾ നിങ്ങൾ കാണാൻ പറ്റും. അതുപോലെ ബിൽ ഗേറ്റ്സ്, ഞാൻ ഈ ഇടയ്ക്ക് കണ്ടു ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രണയത്തെ കുറിച്ച് സംസാരിക്കുന്ന കോട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബോണ്ട് എന്ന് പറയുന്നത് പ്രണയമാണ്. ഒരു ഫിസീഷ്യൻ എങ്ങനെ പറയുമെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇതുപോലെയുള്ള കോട്ടുകളൊക്കെ കാണുമ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക ഇത് സത്യമാണോ എന്നുള്ളത്. ബിൽ ഗേറ്റ്സ് ഒരു ബിസിനസ്മാൻ ആണ്, ആളൊരു ടെക്നോളജിസ്റ്റ് ആണ്. അയാള് പ്രണയത്തെ കുറിച്ച് സംസാരിക്കാൻ സാധ്യതയില്ല എന്നെങ്കിൽ നമ്മളത് ചിന്തിക്കണം. ഇനിയൊരു കാലം വരാൻ പോകുന്നുണ്ട്, മനുഷ്യനേക്കാൾ പ്രണയിക്കുന്നതിനേക്കാൾ കമ്പ്യൂട്ടറുകളെ പ്രണയിക്കുമെന്ന് ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കോട്ട് കണ്ടാല് 13ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റൂമി കമ്പ്യൂട്ടറിനെ കുറിച്ച് സംസാരിക്കാനുള്ള സാധ്യതയെ തീരെയില്ല, 0% ആണെന്ന് ചിന്തിക്കാനുള്ള വിവേകം നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടു കഴിഞ്ഞാലും ആ മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ ചോദിക്കണം. ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കണ്ടന്റ് കഴിഞ്ഞാൽ ഡോക്ടറോട് ചോദിക്കണം. ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് ഡോക്ടറാണ്, മോട്ടിവേഷണൽ സ്പീക്കർ അല്ല. മോട്ടിവേഷണൽ സ്പീക്കർ സംസാരിച്ചോട്ടെ, പക്ഷെ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആള് ഡോക്ടറാണ്. അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. നിയമവശങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടത് അഡ്വക്കേറ്റ് ആണ്. അപ്പൊ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം രണ്ടാമതൊരു സോഴ്സ് ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷമേ നമ്മളത് വിശ്വസിക്കാനും പാടുള്ളൂ, മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാനും പാടുള്ളൂ എന്നുള്ളതാണ്. എനിക്കറിയാൻ വേണ്ടി ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ഒരിക്കലും ഒഫെൻസീവ് ആയിട്ട് എടുക്കരുത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് ഈ സക്സസ് സ്റ്റോറീസ് പറയുക എന്നുള്ളത്, അല്ലേ? സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വിറ്റഴിഞ്ഞു പോകുന്ന ഒരു കണ്ടന്റ് ആണ് അല്ലെ, വിജയിച്ച കഥകൾ പറയുക. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബിവെയർ ഓഫ് സക്സസ് സ്റ്റോറീസ് എന്നുള്ളതാണ്. സക്സസ് സ്റ്റോറീസ് നല്ലതാണ്, പക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാനൊരു കഥ പറയാം. 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടല്ലോ, അതായത് യുദ്ധവിമാനത്തിന് അത്ര പ്രൊട്ടക്ഷൻ പോരാന്ന് തോന്നി. അപ്പൊ അതിന് പ്രൊട്ടക്ഷൻ കൂട്ടണം. പ്രൊട്ടക്ഷൻ കൂട്ടി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ വെയിറ്റ് കൂടും. എല്ലായിടത്തും പ്രൊട്ടക്ഷൻ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അധികം ഓയിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവരെല്ലാം കൂടെ കൂടിയിരുന്ന് തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ യുദ്ധ വിമാനത്തിൽ നിന്ന് തിരിച്ചു വന്ന വിമാനങ്ങളുണ്ടല്ലോ, ആ വിമാനങ്ങളിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് കൊണ്ടിട്ടുള്ളതെന്ന് ആ സ്ഥലത്ത് നമുക്ക് അഡീഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ ഇവര് കുറെ ശാസ്ത്രജ്ഞന്മാരിരുന്ന് അനലൈസ് ചെയ്യും. അവർ കണ്ടുപിടിക്കും കോക്പിറ്റില്, വിങ്ങില്, ഈ 2 സ്ഥലത്തുമാണ് ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് കൊണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എവിടെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്? നടുവില്. അതാരാണ് പറഞ്ഞത്? ഫസില. വെരി ഗുഡ്. നമ്മള് ഒരു നോർമൽ ചിന്തയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എന്താണ്, കോക്പിറ്റിലും വിങ്സിലുമാണ് ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് വന്നിരിക്കുന്നത്, അപ്പൊ അവിടെയാണ് പ്രൊട്ടക്ഷൻ വേണ്ടത്. പക്ഷെ അതല്ല വാസ്തവം. ഈ യുദ്ധവിമാനങ്ങൾ തിരിച്ചു വന്നത് എന്തുകൊണ്ടാണ്? അത് തകർന്നു വീഴാത്തത് കൊണ്ടല്ലേ? അപ്പൊ തകർന്നു വീണ വിമാനങ്ങൾക്ക് വെടികൊണ്ടിരിക്കുന്നത് എവിടെയായിരിക്കും? എഞ്ചിന്റെ ഭാഗത്തായിരിക്കും. അതുകൊണ്ടാണ് അത് തിരിച്ചു വരാതിരുന്നത്. ഇതുപോലെ തന്നെയാണ് സക്സസ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. നമ്മൾ വിജയിച്ച ആളുകളുടെ കഥ പറയുമ്പോൾ പരാജയപ്പെട്ട ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അപ്പുറത്തുണ്ട്. സുക്കർബർഗ് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. നിങ്ങളും കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ്, നിങ്ങൾക്കും മില്യനെയർ ആവാന്ന് ഒരാൾ നമ്മളോട് പറയുകയാണെങ്കിൽ, കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയി ജീവിതത്തിൽ വിജയിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ അപ്പുറത്തുണ്ട്. സുക്കർബർഗ് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയതുകൊണ്ടല്ല വിജയിച്ചത്, സുക്കർബർഗ് അതിനുള്ള എഫേർട്ട് ഇട്ടതാണ്. നമ്മളെ തൊട്ടടുത്ത വീട്ടിലെ കൃഷ്ണേട്ടന്റെ മകള് നഴ്സിംഗിന് പോയി കാനഡയിൽ പോയി സമ്പാദിച്ചു എന്ന് കണ്ടു. ഉടനെ കൃഷ്ണേട്ടന്റെ മോള് സമ്പാദിച്ചു, എന്റെ മോളെ ഞാൻ നഴ്സിംഗിന് ചേർക്കാന്ന് പറയുമ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ മതി, 15,000 രൂപയ്ക്ക് ശമ്പളം ചെയ്യുന്ന നഴ്സുമാർ അവിടെ ഉണ്ട്. അപ്പൊ കൃഷ്ണേട്ടന്റെ മോള് കാനഡയിൽ പോയതും വലിയ പൈസ സമ്പാദിച്ചതും നഴ്സിംഗ് പഠിച്ചത് കൊണ്ട് മാത്രമല്ല, ആ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ടാവും, സോഫ്റ്റ് സ്കിൽ ഉണ്ടാവും, അതിനുള്ള കോണ്ടാക്റ്റുകൾ ഉണ്ടാവും.
ഇങ്ങനെ പല കാരണങ്ങൾ ചേർന്നിട്ടാണ് ഒരു സക്സസ് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ഒന്നോ രണ്ടോ കാരണങ്ങൾ എടുത്തിട്ട് നമുക്കത് ചെയ്തു നോക്കാം, എന്നിട്ട് നമുക്കും വിജയം കിട്ടും എന്നുള്ള ഒരു തോന്നലുണ്ട്. അപ്പൊ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് സക്സസ് സ്റ്റോറീസ് പറയുന്നത് വളരെ നല്ലതാണ്, ഇൻസ്പിറേഷൻ ആണ്, മോട്ടിവേഷൻ ഒക്കെ തന്നെയാണ്. പക്ഷേ വിജയിച്ച ഒന്നോ രണ്ടോ പേരെ കുറിച്ച് മാത്രമല്ല, പരാജയപ്പെട്ടവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവരെന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നമ്മൾ നോക്കണം. ഇതിൽ ഏതെങ്കിലും ഫാക്ടർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കി ആ ഫാക്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കാനുള്ളതിനേക്കാൾ സാധ്യത പരാജയപ്പെടാനാണ്. ഉസ്മാൻ സാറിന്റെ കഥ പറഞ്ഞു അല്ലെ, പല കഷ്ടപ്പാടുകളിലൂടെയും വന്ന് മലേഷ്യയിൽ ഇപ്പൊ നല്ല 3-4 റെസ്റ്റോറന്റുകൾ നടത്തുന്നു. എന്നാൽ ഇതേ ജീവിതത്തിലൂടെ വന്ന എവിടെയും എത്തിച്ചേരാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല നമ്മളെ വിജയത്തിലേക്ക് എത്തുന്നത്, പല ഫാക്ടർ കൂടുമ്പോഴാണ് വിജയം എന്ന് ഉള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇത്തരം സക്സസ് സ്റ്റോറീസ് കാണുമ്പോൾ അതിന്റെ പുറകെ പോയി നമ്മൾ എവിടെയെങ്കിലും കുഴിയിൽ പോയി ചാടാതെ ഒന്ന് 360 ഡിഗ്രിയിൽ ഒന്ന് ചിന്തിക്കുക, ഇതിൽ എത്രത്തോളം എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതാണ് എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ചേംബർ ആണല്ലേ. ഈ ചേംബർ ആവുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ അൽഗോരിതമാണ്. ഈ അൽഗോരിതത്തിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങളുള്ള കോണ്ടന്റ് മാത്രം കാണുന്നത്? നമ്മുടെ ഫ്രണ്ട് സർക്കിൾ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ വിരുദ്ധ അഭിപ്രായമുള്ള ആളുകളെ ചേർക്കുക, നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അപ്പുറത്തുള്ള കുറച്ച് പേരെ ഫ്രണ്ട്സ് ആക്കുക, അവരോട് ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ നടത്തുക, ഡിബേറ്റുകൾ നടത്തുക, വിമർശനങ്ങൾ വരുമ്പം അതിനെ പോസിറ്റീവായിട്ട് കാണുക. ഒരാൾ നമുക്കെതിരെ പറഞ്ഞാൽ ഉടനെ അയാളെ ബ്ലോക്ക് ചെയ്യാതെ അയാൾ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. മാറ്റമില്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ മാറ്റം എന്നാണ് പറയപ്പെടുന്നത് അല്ലേ. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസം തെറ്റായിരിക്കും, നമ്മൾ മാത്രമാണ് ശരി എന്നൊരിക്കലും വിചാരിക്കരുത്. അപ്പൊ വിരുദ്ധ അഭിപ്രായമുള്ളവരോട് സംസാരിക്കുക, വിരുദ്ധ അഭിപ്രായമുള്ളവർ പറയുന്നത് കേൾക്കുക. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് മിക്സ് ആയിട്ട് വരും, എല്ലാ അഭിപ്രായങ്ങളിലേക്കും നമുക്കൊരു വ്യൂ കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും പറ്റില്ല, പക്ഷെ നമ്മൾ ഉപയോഗം വേണമെങ്കിൽ കുറച്ചൊന്ന് കുറക്കാം. വല്ലപ്പോഴൊക്കെ ഒന്ന് വല്ല ബുക്ക് വായിക്കാം, വേണമെങ്കിൽ വെറുതെ ഇരിക്കാം. നമുക്കിന്ന് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്താണെന്നറിയോ? നമുക്ക് ക്ഷമയാണ് ധൈര്യമില്ലാത്തത്. വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ വെറുതെ ഇരിക്കുമ്പം ഞാൻ ഫോൺ ഒഴിവാക്കാൻ വേണ്ടിയാണ് വെറുതെ ഇരിക്കുന്നതെന്ന് ചിന്തിക്കരുത്. ഞാൻ ഈ അടുത്തൊരു മെഡിറ്റേഷൻ ക്ലാസ് കണ്ടു. അപ്പൊ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പറയുന്നത് എല്ലാവരും എന്താണ്, ഒന്ന് കണ്ണടക്കുക, ഒരു ശ്വാസം എടുക്കുക. ഇനി ആനയെ കുറിച്ച് ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. ആനയെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത മുഴുവൻ ആനയെ കുറിച്ചായിരിക്കും. അതുപോലെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഫോൺ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ വെറുതെ ഇരിക്കുന്നതെന്ന് വിചാരിച്ച് ചിന്തിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 2 മിനിറ്റ് കൊണ്ട് തിരിച്ച് ഫോണിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ ഈ ബോർഡം എന്ന് പറയുന്ന പണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചിരുന്ന ഒരു സംഗതിയാണ് അല്ലെ. ഈ നമ്മുടെ വീടിന്റെ ഉമ്മറത്തെ ഒരു ചാരുകസയിലൊക്കെ ഇട്ടുകൊണ്ട് മുമ്പിലേക്കും മുറ്റത്തേക്കും നോക്കി ഇരിക്കാറില്ലായിരുന്നോ? ആ ഇരുത്തം ഇന്ന് നമുക്ക് സാധ്യമല്ല. നമുക്ക് ക്ഷമ എന്ന് പറയുന്നത്, നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെയധികം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഈ അറ്റൻഷൻ സ്പാൻ കൂട്ടി വെറുതെ ഇരിക്കാനായിട്ട് നമ്മൾ ശീലിക്കണം എന്നുള്ളതാണ്. പിന്നെ നേരത്തെ ആരോ പറഞ്ഞു നമ്മളായിരിക്കണം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. നമ്മളെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കോർ വാല്യൂസ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. പുതിയ അറിവുകൾ നേടുക. ഏത് മേഖലയിലാണെങ്കിലും, രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും, നമ്മൾ പഠിക്കുന്ന ഒരു സംഗതിയാണെങ്കിലും, ലോകത്ത് നടക്കുന്ന ഏതൊരു സംഗതിയെ കുറിച്ചാണെങ്കിലും കഴിയാവുന്ന അത്ര അറിവ് നേടുക. ഈ അറിവില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഒരാൾ പറയുമ്പോഴേക്കും നമ്മളത് വിശ്വസിച്ചു പോകുന്നത്. അപ്പൊ നമ്മുടെ കോർ വാല്യൂസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. മറ്റൊരാൾ പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോഴേക്ക് ശരിയാണല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് അത്രത്തോളം അറിവില്ല എന്നുള്ളതാണ്. അറിവ് വർദ്ധിപ്പിക്കുക. നമ്മളെ ഈ കോഫി ടോക്ക് പോലെയുള്ള സെഷനുകൾ പങ്കെടുക്കുക. പല രൂപത്തിലുള്ള അറിവുകൾ നമുക്ക് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇമോഷണൽ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മളെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഈ പറയുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം ഒരാൾ പറഞ്ഞാലോ ഒരു വീഡിയോ കണ്ടാലോ അത് സത്യമാണെന്ന് ധരിക്കാവുന്ന അത്ര ഇമോഷണലി വീക്കായിട്ടുള്ള ഒരാളാവരുത് നമ്മളെപ്പോഴും. ഇമോഷണലി സ്ട്രോങ് ആവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ നമുക്കൊരു കപ്പാസിറ്റി വേണം, അറിവ് വേണം. അപ്പൊ എപ്പോഴും നമ്മളെ സ്ട്രോങ് ആക്കി നിർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വിശ്വസിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും
ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ്, മറ്റുള്ളവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും നമ്മുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളതാണ്. സമയം ഒരുപാടായി, ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണട പോലെയാണ്. ഈ കണ്ണടക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് പേര് ഇവിടെ സ്പെക്സ് ഉപയോഗിക്കുന്നുണ്ട്. മനോജ് സാറിന് സ്പെക്സ് ഉണ്ട്. ഈ കണ്ണടയുടെ ഗ്ലാസ് ലെൻസ് എങ്ങനെയുണ്ടോ അതിനനുസരിച്ചാണ് അതിന്റെ കാഴ്ച എന്ന് പറയുന്നത്. പച്ച കണ്ണട വെച്ചാൽ നമ്മൾ കാണുന്നതെല്ലാം പച്ചയായിരിക്കും അല്ലെ, നീലയാണെങ്കിൽ എല്ലാം നീലയായിരിക്കും. പൊട്ടിയ ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചക്കും ഒരു പൊട്ടലുണ്ടാവും. അതേസമയം ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ലെൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കാഴ്ച അതേ രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ലോകത്തിന് മുമ്പിൽ ലോകത്തെ നമുക്ക് കാണിച്ചു തരുന്ന ലെൻസാണ് സോഷ്യൽ മീഡിയ. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ വ്യൂ പോയിന്റ്സ് ഉണ്ടാവുന്നതും നമ്മുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നതും നമ്മുടെ വിശ്വാസങ്ങൾ ഉണ്ടാവുന്നതും. അപ്പൊ എല്ലാവരും ഇനി മുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവരവരുടെ അഭിപ്രായങ്ങൾ എത്രത്തോളം ശരിയുണ്ട് ശരികേടുണ്ട് എന്ന് മനസ്സിലാക്കി അത് വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇത്രയും സമയം കേട്ടിരുന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഈ ആനുകാലിക പ്രസക്തിയുള്ള നല്ലൊരു ടോപ്പിക് തന്നെയാണ്. നമ്മളെ സോഷ്യൽ മീഡിയ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നുള്ളൊരു വിഷയം എല്ലാവർക്കും എപ്പോഴും ആവശ്യമായിട്ടുള്ളത് തന്നെയാണ്. പല പോസ്റ്ററുകളും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നു, നമ്മളെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്നതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് വരെ ഒരു സുധീറിന്റെ ആക്സിഡന്റ്, ഡോക്ടർ സുധീർ, അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റി അവര് വൃക്ക എത്രയും പെട്ടെന്ന് ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു 10 വർഷം മുമ്പുള്ള ഒരു പോസ്റ്ററാണത്. അതിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചില സുഹൃത്ത് വലയങ്ങളിൽ നിന്നൊക്കെ വരുമ്പോ എനിക്ക് തന്നെ സഹതാപം തോന്നും. ഈ ഫാക്ട് ചെക്ക് എന്നൊക്കെ പറയുന്ന കുറെ സൈറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് അതൊന്ന് വെരിഫൈ ചെയ്യാൻ ആരും മുതിരുന്നില്ല. പിന്നെ ഒരു മെസ്സേജ് ഇതാണ്: കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു കൊച്ചുകുട്ടി ഇരിക്കുന്നു, സംസാരിക്കാൻ അറിയില്ല, ആരാണ് അച്ഛൻ ആരാണ് അമ്മ എന്നൊന്നും അറിയില്ല, എവിടുത്തുകാരനാണെന്ന് അറിയില്ല. അത് വന്നിട്ട് ആ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ 21 വയസ്സായിട്ടുണ്ടാവും. എന്നിരുന്നാലും ഇന്നലെയും ഇന്നും ഒക്കെ ആ പോസ്റ്റർ വീണ്ടും ഇറങ്ങുകയാണ്. അപ്പോ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരാള് ഇന്ത്യൻ റെയിൽവേക്ക് ഒരു പരാതി കൊടുത്തു. കാരണം ആള് കാണുന്ന സൈറ്റുകൾ, ആള് ഏത് സൈറ്റിൽ പോയാലും വളരെ കുറച്ച് വസ്ത്രം ധരിച്ച പെണ്ണുങ്ങൾ മാത്രമേ എപ്പോഴും വരുന്നുള്ളൂ, അവരുടെ പരസ്യമാണ് വരുന്നത്. അപ്പൊ റെയിൽവേ തിരിച്ച് കത്തെഴുതിയെന്നാ പറയുന്നത്. കാരണം സാറേ, നിങ്ങളത് കാണുന്നത് എപ്പോഴും ഇത്തരം പരസ്യങ്ങൾ മാത്രമാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് തിരിച്ചു വരുന്നത്. അപ്പൊ അത്തരം പരസ്യങ്ങൾ കാണാതിരുന്നാൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. നൗ ദ ടൈം ഫോർ ഫീഡ്ബാക്ക്. താങ്ക് യു മനോജ് സർ. സാർ, ആ കുന്നംകുളം പോലീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു രസകരമായിട്ടുള്ള കഥയുണ്ട്. ഈ കുട്ടിക്ക് പിന്നീട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയാക്കും. എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. വർഷങ്ങളായിട്ട് ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇപ്പോഴൊക്കെ ആണെങ്കിൽ അതിൽ ചെറിയ മാറ്റമുണ്ട്. കാരണം ആളുകൾ ഡേറ്റ് ഇട്ടിട്ടാണ് ഇത്തരം പോസ്റ്റുകൾ അയക്കാറുള്ളത്. മുമ്പ് അങ്ങനെ ഡേറ്റ് ഇടുന്ന പരിപാടി ഇല്ലായിരുന്നു. താങ്ക് യു മനോജ് സർ. താങ്ക് യു. നൗ ദ ടൈം ഫോർ ഫീഡ്ബാക്ക്. ഗുഡ് മോർണിംഗ് റൌഫ് സാർ. കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ടോപ്പിക് എന്താ പറയാ, ഒരു മനുഷ്യനെ അതിങ്ങോട്ട് കാണുമ്പോഴേക്ക് ഇപ്പൊ തന്നെ പകരം കൂട്ടണം, അല്ല എടുത്തിരുന്ന് സ്റ്റാറ്റസ് ഇടണം, എന്നിട്ട് അവനിക്കുള്ളൊരു മറുപടി ആകണം. അവന് കണ്ടിട്ട് അത് കാണാന് മാത്രം ആഗ്രഹിച്ചിട്ട് ആളുകളെ ഹൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് അവരെ ബ്ലോക്ക് ചെയ്തിട്ട് കാണണ്ടവൻ കണ്ടു കഴിഞ്ഞാൽ ആത്മസംതൃപ്തി അടയുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ്. എന്നിട്ട് പറയലുണ്ട്, അവൻ കണ്ടു, ഇനി സമാധാനമായി, ഇനി അത് ഇതാക്കാന്ന് പറയും. വാട്സാപ്പിൽ സ്റ്റാറ്റസ് അങ്ങ് മറ്റുള്ളവർ കിട്ടും. അതുപോലെ തന്നെ ഫോൺ എപ്പോ നമ്മൾ ഒഴിവാക്കണം എന്ന് ചിന്തിച്ചോ, അത് ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ വീണ്ടും പോയിട്ട് നമ്മൾ എടുക്കും. 2 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ആ ഫോൺ തന്നെ എടുക്കും, വീണ്ടും എടുക്കും. എന്നിട്ട് ആവശ്യപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം, വല്ല കണക്കോ മറ്റുള്ള ബാങ്കിന്റെ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ പിന്നെ അത് വെക്കണത് വൈകുന്നേരം ആയിരിക്കും. അപ്പൊ നല്ലൊരു ടോപ്പിക്കായിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങൾ വളരെ എന്താണ് പറയുക, കൂളായിട്ടാണ് നിങ്ങൾ സംസാരിക്കാറ് എപ്പോഴും. പക്ഷെ നല്ല എന്താ പറയുക, മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് നിങ്ങൾ ഓരോ പോയിന്റുകളും ഈ സമയത്ത് ഇറക്കി തന്നത്. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. അതൊന്നൊക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഈ അടുത്തായിട്ട് ഒരു 1.5 മാസത്തോളം ഫേസ്ബുക്കൊക്കെ ഒഴിവാക്കിയതാണ്. വീണ്ടും നമുക്ക് അതിലൂടെ എന്താ പറയാ, നമ്മൾ തന്നെ ഒന്ന് പ്രചോദനപ്പെടുത്താൻ വേണ്ടിയിട്ട് വീണ്ടും അത് ഓപ്പൺ ചെയ്തു. പക്ഷെ അത് കൂടുതൽ കുറ്റം പറഞ്ഞാൽ ഒരു പ്രചോദനം കൂടുതലാകുക ചെയ്തത്. എന്തായാലും താങ്ക് യു സോ, വളരെ നന്ദി. താങ്ക് യു ഉസ്മാൻ ഭായ്. ഞാൻ പറഞ്ഞോട്ടെ മനോജേട്ടാ? പറയൂ. റാവ് സാർ, സൂപ്പറായിരുന്നു, അടിപൊളി സെഷനായിരുന്നു. നമ്മൾ ഡെയിലി കാണുന്ന സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോണതൊക്കെ നല്ല പോയിന്റോട് കൂടി ഇടയിൽ കഥകളൊക്കെ കൂട്ടി പറഞ്ഞപ്പോ മനസ്സിൽ നല്ലോണം ക്യാച്ച് ചെയ്ത ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റി.
എല്ലാരെയും പിടിച്ചിരുത്താനുള്ള പോയിന്റിലൊക്കെ പറഞ്ഞായിരുന്നു. നല്ല നല്ല ക്ലാസ്, അടിപൊളി ക്ലാസ്. ഓക്കെ, താങ്ക് താങ്ക് യു. യു. ആരാണ് സംസാരിച്ചതെന്ന് മനസ്സിലായില്ല. താങ്ക് ഫസീല, യു. ഫസീല സാർ. താങ്ക് യു മാം. താങ്ക് യു. ഫസീല സാറിന്റെ ഒരു ആരാധകനാണ്. സാറിന്റെ സെഷൻ പലപ്പോഴും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറിനെ റെക്കമെൻഡ് ചെയ്തത് ഫസീലയാണ്. പക്ഷെ വേറെ ഏതോ ഒരു മാഡം സാറിനോട് പറഞ്ഞു എന്നും പറഞ്ഞു. എന്തായാലും സാർ ഇവിടെ ഈ ഫ്ലോറിൽ വന്നത് തന്നെ വളരെ, എന്താ പറയാ, ഞങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കായിട്ട് ഇനിയും വരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഓപ്പൺ താങ്ക് യു മാം. ഫീഡ്ബാക്ക്. എല്ലാരും സാറൊന്ന് കണ്ടോട്ടെ. റൌഫ് സാർ അമേരിക്കയിലാണോ താമസിക്കുന്നത് അതോ അതെ അതെ, ലോസ് ആഞ്ചലസ്. വർഷങ്ങളായിട്ട് അവിടെ തന്നെയാണോ? കുറച്ചു കാലമായിട്ട് ഇവിടെയാണ്. പിന്നെ സാർക്ക് എങ്ങനെ മനസ്സിലാവണം ഞങ്ങളെ പഴംപൊരിയും ബീഫും ഇത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ? അല്ല, ഇവിടെ അതൊക്കെ പഴംപൊരിയും കുറെ മുമ്പുള്ള, അത് പിന്നെ എല്ലാരും അറിയില്ലേ. അല്ല ഇപ്പോഴ് ഇതായതാണ് ഈ പഴംപൊരി ബീഫ് ഇവിടുത്തെ ഒരു ഈ സിസ്റ്റം. പറയുന്ന പോലെ ഞാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആളൊന്നുമല്ല. ഹരീഷ് അശോകൻ പറഞ്ഞ പോലെ നമുക്ക് എഴുതാനല്ലേ സാർ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ എന്നാണ്. വായിക്കാൻ അറിയില്ലേ? വളരെ എക്സലന്റ് ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെക്കാട്ടിയും കൂടുതലായിട്ട് ഇവിടുത്തെ കേരളത്തിലെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുപ്രദേശത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഒപ്പിയെടുത്തിട്ട് ലോസ് ആഞ്ചലസിലെ ഒരാൾ അവിടുന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എക്സലന്റ്. പിന്നെ എനിക്കൊരു ഞാൻ സാധാരണ ഫീഡ്ബാക്ക് കോർഡിനേറ്റേഴ്സ് ആയ കാരണം ഫീഡ്ബാക്കിന് അവസരം മറ്റുള്ളവർ കൊടുക്കാറാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ കഴിയില്ല. എനിക്കൊരു 10 ക്ലാസ്സിനുള്ള കണ്ടന്റ് സാറ് തന്നു. ഞങ്ങള് ഓരോരോ താങ്ക് യു കൊച്ചു കൊച്ചു സർ. ക്ലാസ്സുകളൊക്കെ, മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് പിന്നെ ഇതൊക്കെ പറഞ്ഞല്ലോ. ഫസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്, ഞങ്ങളെപ്പോഴും ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് പറയാറുണ്ട്, ഈ മറ്റേ ജയസൂര്യയുടെ ബാറ്റിന്റെ ഉള്ളിൽ സ്പ്രിങ് ഉണ്ട്. അത് കറക്റ്റ് ആണ്, ഇപ്പഴാ ഓർമ്മ വരുന്നത്. അതേപോലെ സിദ്ധു ഒരാളെ അടിച്ചു, മറ്റേ അമ്പയർ അടിച്ചു കൊന്നിട്ടുണ്ട്. പിന്നെ ബൂട്ടിന്റെ ഉള്ളിലൊക്കെ എന്താ പറയാ, ഒരാളെ ബ്ലഡ്, അത് എയ്ഡ്സ് ഉള്ള ഒരാളാണ്. ഇതൊക്കെ സ്ഥിരം ഇങ്ങനെ കേൾക്കുന്നു. അപ്പൊ ഈ സോഷ്യൽ മീഡിയ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഒരാളെ സ്വാധീനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ മിനിസ്റ്റർ വരെ തീരുമാനിക്കുന്നത് ഇവരൊന്നല്ല, അതായത് കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറിമാരൊന്നല്ല, ഇവിടുത്തെ സോഷ്യൽ മീഡിയയാണ് തീരുമാനിക്കുന്നത് ആരാണ് എന്താണ് വരിക എന്നുള്ളത്. ഒരാളെ ഭരണത്തിൽ മറ്റേ ഏറ്റുന്നതും അതുപോലെ തന്നെ ഇറക്കുന്നതും ഇവിടുത്തെ സോഷ്യൽ മീഡിയയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എത്രത്തോളം